എന്ന് മുതലാണ് മുംബൈ ഇന്ത്യൻസിന് ഇത്തരത്തിലൊരു ഗതികേട് ഉണ്ടാകുന്നത്? ഒരു ബാറ്റ്സ്മാനെ ടച്ച് കറക്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കളിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കളി അവസാനിക്കാറാകുമ്പോഴത്തേനും അദ്ദേഹത്തെ റിട്ടയർഡ് ഔട്ട് ആയിട്ട് ഈ പറഞ്ഞ പോലെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് വേറൊരു ബാറ്റ്സ്മാനെ കൊണ്ടുവരികയാണ്. ഇത് നല്ലൊരു സൈനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ പല തവണയും പറഞ്ഞിട്ടുണ്ട് ഹർദിക്കിന്റെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ ഹർദിക്കിന്റെ ചില സ്വഭാവങ്ങൾ, ഹർദിക്കിന്റെ ചില രീതികളൊന്നും ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോഴൊക്കെ നിങ്ങൾ ഇതിന്റെ അകത്ത് പലരും അതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, അവരോടൊക്കെ നന്ദി പറയുന്നു. പക്ഷെ വേറെ കുറച്ച് പേരുണ്ട്, നീ ഹർദി ഹേറ്റർ ആണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഹേറ്റ് കൊണ്ടാണ് പറഞ്ഞെങ്കിലും ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ബോധം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ഞാൻ അത് ഹേറ്റ് കൊണ്ടാണോ പറയുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരിക്കലല്ല, ഇവിടെയും കാണിച്ചു കണ്ടില്ലേ, തിലക് വർമ്മയെ പോലൊരു പ്ലെയർ ഇന്ത്യൻ ടീമിന്റെ ഇപ്പൊ സ്ഥിര സാന്നിധ്യമാണ്. ഇന്ത്യൻ ടീമിന്റെ T20 ടീമിൽ സ്ഥിര സാന്നിധ്യമാണ് തിലക് വർമ്മ. അത്തരത്തിലുള്ള ഒരു പ്ലെയറിന്റെ അടുത്ത് കാണിക്കാൻ കഴിയുന്ന രീതിയാണോ ഇന്ന് ഹാർദിക് പാണ്ഡ്യ കാണിച്ചിട്ടുള്ളത്? ഞാൻ ഹാർദിക് പാണ്ഡ്യ പറയത്തുള്ളൂ. കാരണം തീർച്ചയായിട്ടും ഇത് ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം വേറെ ഏത് ആരുടെ തീരുമാനം ആണെങ്കിലും ഹാർദിക് പാണ്ഡ്യക്ക് അവിടെ ഇടപെടാം, അല്ലെങ്കിൽ അതിനെ മാറ്റം വരുത്താം. കാരണം അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. പലരും സർപ്രൈസ്ഡ് ആയിപ്പോയി ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോ. എന്തുകൊണ്ട്? ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ടീമിന്റെ യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ തിലക് വർമ്മയെ ഇറക്കി വിട്ടപ്പോ ആ തിലക് വർമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അത്ര ആളുകളുടെ ഇടയിൽ നിന്നെ കൊണ്ട് ഇനി ജയിപ്പിക്കാനൊന്നും കഴിയത്തില്ല എന്നല്ലേ എന്റെ പച്ചയ്ക്ക് പറഞ്ഞ അതിന്റെ അർത്ഥം? അത് തന്നെയല്ലേ, നിന്നെ കൊണ്ട് ഇനി ജയിപ്പിക്കാൻ പറ്റത്തില്ല, നീ നിന്നിട്ട് കാര്യമില്ല, പൊക്കോ എന്ന് പറഞ്ഞു വിടുകയല്ലേ അതിനർത്ഥം. ഒരാൾക്ക് എത്രത്തോളം മുറിവുണ്ടാവും അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വരുമ്പോൾ? നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ ഒരു കളി വരുമ്പോൾ ജയിപ്പിക്കാൻ പറ്റാതെ എന്നെ ഇറക്കി വിടുക എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷം തരുന്ന കാര്യമാണോ? അല്ലെങ്കിൽ സമാധാനം? നിങ്ങൾ പിന്നീട് എങ്ങനെ നിങ്ങൾ ആ ടീമിന് വേണ്ടി കളിക്കും? അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു വേദന, ആ ഒരു മുറിവ് ഉണ്ടാകത്തില്ലേ? നിങ്ങൾക്ക് എത്ര മത്സരങ്ങൾ ജയിപ്പിച്ചു കൊടുത്തിട്ടുള്ള താരമാണ് തിലക് വർമ്മ. അപ്പൊ ആ താരത്തിനോട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇനി അത് പോട്ടെ, ഇങ്ങനെ ഒരു താരത്തെ നിങ്ങൾ മാറ്റിയിട്ട് സാറ്റ്നറെ കൊണ്ടുവന്നു. ഈ സാറ്റ്നറെ കൊണ്ടുവരുമ്പോൾ സാറ്റ്നറിന് പ്രഷർ ഇല്ലെന്നാണ് വിചാരിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു ബാറ്റ്സ്മാനെ പുറത്താക്കിയിട്ട് അവിടെ അവൻ കളിക്കാത്തതുകൊണ്ടാണ് പുറത്താക്കിയത്. അപ്പം അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പൊ ഞാൻ വരുമ്പോഴത്തേന് കളിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ച് എന്നെ ഇറക്കുന്നത്. അപ്പൊ ഞാൻ വന്നിട്ട് കളിച്ചില്ലെങ്കിൽ അത് അതിലും വലിയ നാണക്കേടാന്നുള്ള അധിക പ്രഷർ ഈ വരുന്ന ബാറ്റ്സ്മാനും കൂടി ഉണ്ടാകത്തേ ഉള്ളൂ. നിങ്ങളൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് പറയും, ഹർദിക് പാണ്ഡ്യയുടെ കുറ്റം തന്നെയാണെന്ന് പറയും. ഹർദിക് പാണ്ഡ്യ ഒരു നല്ലൊരു ക്യാപ്റ്റൻ, മീൻസ് കളിയെ പറ്റിയുള്ള നോളജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമോ മാനസിക പരിഗണനയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്ത ഒരു താരമാണ് ഈ ഹർദിക് പാണ്ഡ്യ. ഞാനിത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനടിയിൽ വന്നിട്ട് തെറി വിളിക്കുകയും മോശമായിട്ടുള്ള കമന്റ് ഇടുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. എത്ര ആണെങ്കിലും മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുന്നവരോട് ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് കമന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ പറയുന്ന പോയിന്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദിക്കാം. അതിനനുസരിച്ചുള്ള വാലിഡ് ആയിട്ടുള്ള മറു ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കമന്റ്സുകൾ നിങ്ങൾക്ക് ഇടാം. അതല്ലാണ്ട് ഒന്ന് തെറി വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യാൻ പോത്തേയില്ല. ഈ പറയുന്ന പോലെ ഒന്നും പറയാനില്ലാത്തവരായിരിക്കും വന്ന് തെറി പറയുന്നത്. ക്രിക്കറ്റിനെ പറ്റി യാതൊരുവിധ കാര്യങ്ങളും അറിയാത്തവരുമായിരിക്കും വന്ന് തെറി പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ റിപ്ലൈയും കാര്യങ്ങളും ഒന്നും തരാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ എന്റെ ജോലി ചെയ്യുകയും ചെയ്യും.